ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധമ്മ ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതിനാ സിന്ധമ്മ സിഗരറ്റ് വലിക്കാൻ പോകണോ, ലാമ്പൊക്കെ എടുത്ത് പിടിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ലാമ്പ് എടുത്തത് മാതാവിൻ്റെ അടുത്ത് തിരി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് VS മരിച്ചതിൻ്റെ ഇതിൽ നമുക്ക് തൊഴിലുറപ്പ് പണി ഉണ്ടായിരുന്നില്ല. കാര്യം സത്യം പറഞ്ഞാൽ കയറിപ്പോയി, മല കയറി മണ്ടയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ മൊത്തത്തിൽ ന്യൂസിനകത്ത് കണ്ടായിരുന്നു മൊത്തം പൊതു അവധിയാണെന്ന്. പക്ഷെ തൊഴിലുറപ്പുണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു, മെസ്സേജുകളൊന്നും വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പോയി. പക്ഷെ 8-10 ആയപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ മേറ്റിൻ്റെ ഇതിനോട് വാട്സപ്പിലേക്ക് വരുന്നത് ഇന്ന് തൊഴിലുറപ്പില്ല എന്നുള്ളത്. അപ്പം നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചൊക്കെ വന്നിട്ട് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്തേക്കാന്ന് വിചാരിച്ചു. കാരണം 1-2 പാക്കറ്റ് താളിപ്പൊടി അയക്കാനായിട്ടുണ്ട്. പൊതിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി അവനെ ഇവിടെ വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ബാക്കിയത് ചേട്ടായിടെ കൊടുത്തു വിട്ടുക പതിവ് കേട്ടോ. ചേട്ടായി അയച്ചോളൂല്ലോ, ചേട്ടാ എന്നും ഉപ്പ് ഇറക്കി പോകുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് അത്യാവശ്യം ഒന്ന് പോകണം, തിരി എത്തിക്കണം. ഇന്ന് രാവിലെ തന്നെ ഒരു ചേട്ടൻ കൃപാസന മാതാവിൻ്റെ പത്രമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കൃപാസനത്തിൽ പോകണമെന്ന് ഓർത്തിട്ട് മഴ കാരണവും ഓരോരോ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നടക്കുന്നില്ല. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കുഞ്ഞി വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കണ്ടോ അമ്മ മാതാവിൻ്റെ അടുത്ത് പോകാഞ്ഞിട്ടാന്നൊക്കെ എൻ്റെ മനസ്സിൽ കേട്ടോ. ചേട്ടാക്കാണ് ഈ അടുത്തിടെയായിട്ട് എന്നും എന്തെങ്കിലും കുഞ്ഞി അസുഖങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഒപ്പടി ക്ഷീണിച്ച് മെരിഞ്ഞ് ഇന്നാണ് ഇതിപ്പോൾ പല്ലിന് തലവേദനയായിരുന്നു 3-4 ദിവസമായിട്ട്. അപ്പോൾ ചിലപ്പോൾ പല്ലിൻ്റെ വേദനയുടെ ആയിരിക്കും. എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിക്കാതെ പറഞ്ഞു പോയി. ഇന്ന് പല്ലൊക്കെ ക്ലീൻ ചെയ്ത് മോണയ്ക്കൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പം എന്നാ പറയുന്നത്, ഒരു അസുഖവും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാനും കാലൊരു മുള്ളോടും കൊള്ളിക്കാതിരിക്കാൻ അമ്മമാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഓടിപ്പോയി നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉള്ളപ്പോഴേ എനിക്ക് അമ്മമാതാവിൻ്റെ അടുത്തിട്ടോ എൻ്റെ അമ്മയുടെ അടുത്തിട്ടൊക്കെ പോകുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നത്. അപ്പം ഓടിപ്പോയി ഒരു 3 പാക്കറ്റ് തിരി കത്തിക്കണം. പിന്നെ താളിപ്പൊടി അയക്കണം. അവൾക്ക് തന്നെ ഞാൻ ഷൂ ഇട്ടുകൊണ്ട് തൊഴിലുറപ്പിന് പോകുന്നതുകൊണ്ടാണ് തോന്നുന്നത് എൻ്റെ കാലിൻ്റെ നഖത്തിന് വീണ്ടും ഭയങ്കര വേദനയാണ്, 2 നഖത്തിനും വേദനയുണ്ട്. അപ്പം അത് മാസാമാസം ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ 2-2.5 മാസമായി ചെയ്തിട്ട് 500 രൂപ വേണമല്ലോ, നേരത്തെ പോകാതിരിക്കും. അപ്പം എന്തായാലും അതും കൂടെ ഒന്ന് ചെയ്തിട്ടൊക്കെ വരാം. ഏതായാലും ഇന്ന് ലീവല്ലേ, ഇന്ന് പണിയില്ലല്ലോ. എന്നാൽ പിന്നെ അതൊക്കെ കൂടെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയിട്ടൊക്കെ വരാൻ, വന്നിട്ട് ബാക്കി വിശേഷം. രാവിലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ കൃപാസന മാതാവിൻ്റെ പത്രം കൊണ്ടെത്താന്ന് കേട്ടോ. അമ്മ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് കുറേ ആയി, ദൈവമേ. അപ്പം നമ്മുടെ അമ്മ മാതാവിൻ്റെ അടുത്ത് പോയി തിരി എത്തിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് തൊഴിലുറപ്പില്ല, അപ്പം പോയിട്ട് തിരിയൊക്കെ എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പം 2 പാക്കറ്റ് താളിപ്പൊടിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അഡ്രസ്സൊക്കെ എഴുതി വെച്ചേക്കുന്നു. അപ്പോൾ ഇവനെ ഒന്ന് അയക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഉപ്പുകറിക്കൊക്കെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി തിരിയൊക്കെ കത്തിച്ചു. ഭയങ്കര മഴയും കാറ്റുമായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു വിധത്തിൽ ഞാൻ കത്തിച്ചു വെക്കും, ഒറ്റ കാറ്റടിക്കും കിട്ടുപോകും. വീണ്ടും ഞാൻ കത്തിച്ചു വെക്കും, ഒറ്റ കാറ്റടിക്കും കിട്ടുപോകും. അവിടെ ഹിന്ദി പിള്ളേർ പണിയുന്നുണ്ട് കേട്ടോ. ഹിന്ദി പിള്ളേരാണേ. അതുങ്ങൾ അത് തന്നെ ഞാൻ ചെയ്തത് വീണ്ടും നോക്കി വയ്ക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് 3-4 തവണ ആയപ്പോഴത്തേനും എനിക്കും ഒരു വിഷമമാകാൻ തുടങ്ങി. എടാ ഇതെന്നാ കളിയാന്നോർത്ത് പിന്നെ ഞാൻ അതേപോലൊക്കെ മഴയും കാറ്റുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അതും ഭയങ്കര തെറ്റലാണ് കേട്ടോ. അവിടെ ഒരു രക്ഷയില്ല, വായിൽ പിടിച്ചിട്ട് തെന്നി തെറിച്ചു കൊടുക്കും. ഓരോ കാലും എടുത്ത് നോക്കുമ്പോൾ അത്രയും പേടിയാവും. അതേപോലൊക്കെ കിടക്കുക അമ്മ മാതാവിൻ്റെ മിറ്റമൊക്കെ അങ്ങനെ കിടക്കുക. അപ്പം മാതാവിൻ്റെ അടുത്ത് പോയി തിരി കത്തിച്ചു. പിന്നെ CR ചേട്ടൻ്റെ അടുത്ത് പോയി. എന്നാന്ന് വെച്ചാൽ എൻ്റെ കൊലുസിൻ്റെ കൊളുത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരു വളഞ്ഞു ഒരു പരുവായിട്ടിരിക്കുകയായിരുന്നേ. ഒരു വല്ലാത്ത ഒരു ഇതിലിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മാലയിൽ നിന്ന് ലോക്കറ്റ് ഊരി ഒരു വെള്ളമാലയിലിട്ടില്ലേ, അന്നേരം എൻ്റെ ഈ മാലയുടെയും കൊളുത്തിൻ്റെ ഇവിടെ ഒരുമാതിരി ഇരിക്കുമായിരുന്നു. അത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങ് നടന്നു പോകും. ഇന്നത്തെ ഈ സ്വർണ്ണമാലയ്ക്ക് നമുക്ക് പിന്നെയും കുഴ പിടിപ്പിക്കാനൊക്കെ പാടല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ CR ചേട്ടൻ്റെ അടുത്ത് ചെന്ന് അത് 2 ഒന്ന് റെഡിയാക്കിച്ചു. പിന്നെ ചേട്ടായുടെ കടയിൽ കയറി. പാവം കണ്ണനെ കണ്ടിട്ട് സങ്കടം തോന്നി കേട്ടോ. കണ്ണനുണ്ടല്ലോ അപ്പടി ക്ഷീണിച്ചു പോയി, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. അവനും പനി പിടിച്ച് ഒരു അവശതയായിപ്പോയി, പല്ലും എല്ലാം എടുത്ത് അപ്പടി ക്ഷീണിച്ചു പോയി കേട്ടോ. ഇന്ന് കണ്ടപ്പോഴാണ് ചേട്ടായി കാര്യം വൈകിട്ട് ഒന്ന് പറയും, കണ്ണൻ്റെ പല്ല് എടുത്തിട്ടിരിക്കുക, കണ്ണന് വയ്യാന്നൊക്കെ പറയും. എന്നാലും ഞാൻ അത്രയും ഓർത്തില്ല. ഇന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി, അപ്പടി ക്ഷീണിച്ചിരിക്കുന്നത്. ഞാൻ ചേട്ടായി ക്ഷീണിച്ചല്ലോ എന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ പനി പിടിച്ചവർക്കൊക്കെ തന്നെ വാട്ടമായി. എനിക്കതായാലും പനി പിടിച്ചില്ല. പനി പിടിച്ചായിരുന്നെങ്കിൽ എനിക്ക് ക്ഷീണിച്ചേനായിരുന്നല്ലേ. എൻ്റെ ദൈവമേ മതി. പിന്നെ വേറെ എവിടെയാണ് പോയത്? CR കയറി. CR ചേട്ടനോട് പിന്നെ പറഞ്ഞു, ചേട്ടൻ ചോദിച്ചു എന്നാ ഇപ്പോൾ ഒത്തിരി ആയല്ലോ വരാത്തത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഒത്തിരി ആയായിരുന്നു പോയിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ
സ്വർണം മേടിക്കേണ്ട കാശിന് ഞാൻ ഐഫോൺ മേടിച്ചത് പറഞ്ഞു കേട്ടോ. അന്നേരം പറഞ്ഞു അത് മതി, എന്തേലും മുതലാക്കുമല്ലേ ചെയ്യുന്നത്, നശിപ്പിച്ച് കളയുമല്ലേ ചെയ്യുന്ന സിന്ധു, എല്ലാ കാര്യവും സൂക്ഷ്യം കണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞു. പിന്നെ ഗിഫ്റ്റ് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞു. ചേട്ടനോട് നമുക്കിപ്പോൾ ചേട്ടനോട് അവിടുത്തെ കടയിൽ നിൽക്കുന്ന മോനോടും നമുക്കിപ്പോൾ ഒരു എന്നാ പറയുക, നമ്മുടെ ഒരു വീട്ടിലെ അങ്ങനത്തെ പോടക്കാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ കാര്യവും പോയി പറയും അങ്ങനെ. അപ്പോൾ ഭയങ്കര സന്തോഷമായി, ചേട്ടനും ഭയങ്കര സന്തോഷമായി, ആ മോനും ഭയങ്കര സന്തോഷമായി. പിന്നെ അവന് എന്നിട്ട് അവിടെ നിന്ന് പോന്നു. വന്നിട്ട് പിന്നെ കാലിൻ്റെ എൻ്റെ 2 നഖത്തിനും ഭയങ്കര വേദന. എന്നാ പറയുക, ഈ ഷൂവും സോക്സും ഇട്ടുണ്ടല്ലേ, കയറ്റം കയറുമ്പോൾ പ്രശ്നമില്ല, ഇറങ്ങുമ്പോഴത്തേക്കും പിടിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ഈ സോക്സും കൊണ്ട് നഖത്തിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടേ 2 നഖത്തിനും വേദനയായിരുന്നു. പിന്നെ ഓർക്കിഡയിൽ നമ്മുടെ ഓർക്കിഡ് ഫാഷൻസ്, ഇതാണ് ഓർക്കിഡ് ഫാഷൻസിൻ്റെ കവർ കേട്ടോ, ഉണ്ടോ? ഇത് തന്നെയാണ് സലൂണും കേട്ടോ, സലൂണിന് കൊടുത്തിട്ടുണ്ടോ? അപ്പം ഇതിൻ്റെ തന്നെയാണ് ബ്യൂട്ടി സലൂണും. അപ്പം അവിടെ ചെന്ന് നമ്മുടെ ഗീതക്കുട്ടിയെ കൊണ്ട്, നമ്മുടെ മുടിയൊക്കെ കട്ട് ചെയ്തെന്ന് മോളുണ്ടല്ലോ, അവിടെ കൊണ്ട് കാലിൻ്റെ ഒരു ഇതൊന്ന് സെറ്റാക്കിച്ചു, പെഡിക്യൂർ ചെയ്യിപ്പിച്ചു. അത് 3-4 പ്രാവശ്യം അങ്ങനെ ചെയ്യുവാണെങ്കിൽ മാറിക്കിട്ടുമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അത് ഓർത്ത് പോയി അങ്ങ് ചെയ്യുക കേട്ടോ. ഈ പ്രാവശ്യം പോയി ചെയ്തിട്ടുണ്ട്. ശരിക്കും ക്ലീൻ ചെയ്ത് ഇതാക്കി എടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് ആ നഖത്തിന് ഇടയിലോട്ട് അങ്ങോട്ട് നഖം കുഴിഞ്ഞിറങ്ങും. അതുകൊണ്ട് ആ കുഞ്ഞിറങ്ങുന്നതനുസരിച്ച് ആ വിടവിനകത്തൊക്കെ ചെളിയും വെള്ളവും കൂടെ ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എത്രയാണേലും വെള്ളം ഇറങ്ങിയാലേ അങ്ങനെയാണ് ഇത് ഈ വേദനയാവുന്നത്. അപ്പോൾ 2 കാലിനും ഉണ്ടായിരുന്നു. അതൊക്കെ അവളെ കൊണ്ട് ശരിയാക്കിച്ചു, റെഡിയാക്കിച്ചു. അതൊക്കെയായിരുന്നു വിശേഷം. പിന്നെ അതിനെക്കാട്ടും എല്ലാം ഉപരി ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായി ഇന്ന്. എന്താണെന്നറിയോ, ഇന്ന് 10 മണിയായപ്പോഴത്തേക്കും രാവിലെ തൊഴിലുറപ്പും തൊഴിലുറപ്പിന് പോയിട്ട് പണിയില്ലായിരുന്നല്ലോ, അവിടെ പോയിട്ട് ഞാൻ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വാട്സപ്പ് നോക്കിയപ്പോഴേ എനിക്കൊരു കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയേ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. ഇതെല്ലാം സിന്ധു ഇന്നലത്തെ വീഡിയോ എടുത്തു വെച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഇത് അമേരിക്കയിലുള്ള ഒരു മോളും മോനും കൂടെ കാണുന്നതാണ്. ഈ മോളും മോനുമാണ് എനിക്കിത് മേടിച്ച് തന്നത് കേട്ടേ. മോൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ട് കടന്നപ്പോഴേക്കാണ്ട് അവൾ വീഡിയോ എടുത്ത് ഓളാക്കി കൊടുത്തേക്കാണ്ടാന്ന് തോന്നി. ഇത് കണ്ടോ സിന്ധുമ്മ, നമുക്ക് പവർ ബാങ്ക് മേടിച്ചു കൊടുത്ത സിന്ധുമ്മയുടെ പപ്പയുടെ സന്തോഷം കണ്ടോ എന്നൊക്കെയാണ്ട് ചോദിച്ചുകൊണ്ട് കാണിച്ചു തന്നു. അപ്പോൾ ആ മോൻ എത്ര ശ്രദ്ധയോടെ ആ വീഡിയോ കാണുന്നത് കണ്ടപ്പോൾ അത് തന്നെയല്ല, എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു സങ്കടമാണോ വിഷമമാണോ എന്നാ വന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല, പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നേ. എന്നിട്ട് 2-3 പ്രാവശ്യം അടുപ്പിച്ച് ഞാൻ ആ വീഡിയോ അങ്ങ് കണ്ടു. 2-3 പ്രാവശ്യം കണ്ടു കേട്ടോ. ഇത് കണ്ടോ, ഈശോയ്ക്ക് ഇരിക്കുന്നത് കണ്ടോ അവരുടെ റൂമില്. കട്ടപ്പനക്കാരിയാണ് മോള്. ഇനി വരുമ്പം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇനി ഞാൻ മെസ്സേജ് ഇട്ട് മോനെ ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ മോനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇതായേ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്തോ ഒരു ഇതെന്ന് പറഞ്ഞു. എൻ്റെ മോനെ അവൾ ആദ്യം ഒരു മെസ്സേജൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് തൊഴിലുറപ്പില്ലാഞ്ഞുകൊണ്ട് ഞാനിവിടെ വന്നിരിക്കുമല്ലേ, ഒരു 10-10:15 കാണുമെന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോ കോൾ വിളിച്ചു. ഇതുവരെ വീഡിയോ കോളിൽ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ലായിരുന്നു. വീഡിയോ കോളിൽ വന്നിട്ട് എനിക്ക് അറിയത്തില്ല, ആ കുഞ്ഞിൻ്റെ സന്തോഷം കണ്ടിട്ടുണ്ടല്ലോ. ശരിക്കും ദൈവമേ, ഒരു അമ്മയോട് എങ്ങനെ മക്കള് പറയും. ദൈവം ഓരോ രീതിയിലും ഓരോ മനുഷ്യർക്ക് ഓരോരുത്തരെ തരും എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. ഇതൊന്നും നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷയല്ല, നമ്മളും ഒന്നും പ്രതീക്ഷയല്ല. അതാ ഞാൻ പറഞ്ഞ കോടികൾ കൊടുത്താലും കിട്ടിയല്ലേ ഇതൊക്കെ, ഈ സ്നേഹബന്ധങ്ങൾക്ക്. കാലത്ത് തന്നെ മാതാവിന്റെ പത്രം കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നല്ല ദിവസമാണ്, ഇന്ന് എന്തോ ഒരു സന്തോഷമുള്ള ദിവസമാണെന്നൊക്കെ ഞാൻ മനസ്സിൽ ഓർത്തു. കാരണം ഭയങ്കര അനുഗ്രഹമാണ് മാതാവിന്റെ പത്രമൊക്കെ എനിക്ക് കൈ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ, സത്യമായിട്ടും. അപ്പൊ ഇന്ന് സർപ്രൈസ് മാതിരിയാണ്, ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ആ കുഞ്ഞുങ്ങൾ 2 പേരും കൂടെ. മോള് തന്നെയാണ് ആദ്യം വിളിച്ചിട്ട് സിന്ധുവേ അടുത്തുണ്ടായിരുന്നു, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചേനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. ഞാനും കരഞ്ഞു, അവളും കരഞ്ഞു. സത്യം അറിയാണ്ട് അവളുടെയും കണ്ണ് നിറഞ്ഞു. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെക്കാരും എൻ്റെ കുഞ്ഞോ എൻ്റെ കൂടപ്പുറപ്പോ എന്തെങ്കിലും ആയിരുന്നായിരിക്കാം, എനിക്കറിയത്തില്ല. എന്നിട്ട് ആ രാത്രി 1 മണിയായി, അവിടുത്തെ രാത്രി. മോനെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇല്ല സിന്ധുവേ, വീട്ടിലോട്ടൊക്കെ വിളിച്ചിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. ചേട്ടൻ അച്ചാച്ചൻ എന്നാന്ന് തോന്നുന്നു അയൺ ചെയ്തുകൊണ്ടിരിക്കുക, നാളെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഷർട്ട് എന്നൊക്കെ പറഞ്ഞു.
അപ്പം ഞാൻ ഈ 1 മണിയായിട്ട് ഉറങ്ങാതിരിക്കണോ രണ്ടും കൂടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് സിന്ധുമ്മയുടെ ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് വിളിക്കണമെന്ന് തോന്നി. എന്നിട്ട് പുള്ളീനെയും കൂടെ വിളിച്ചു, ആ മോനെയും കൂടെ വിളിച്ചു. പുള്ളീന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരു പിള്ളേരാട്ടോ. മോനെയും കൂടെ വിളിച്ചു. മോനും വന്ന് സിന്ധുമ്മയെ എന്നെ കൊണ്ട് വിശേഷം, ഇവൾക്ക് എപ്പോഴും സിന്ധുമ്മയുടെ കാര്യം പറയാനേ സമയമുള്ളൂ, സിന്ധുമ്മയെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഒത്തിരി പാടുപെട്ടു ഈ നമ്പറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ പിന്നെ ഫേസ്ബുക്കിലോ പിന്നെ യൂട്യൂബിൻ്റെ ഇതിലോ ഒക്കെ വന്ന് മറ്റേ ഇതിനകത്തൊക്കെ വന്ന് വിളിക്കുകയോ വർക്കൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ കണക്ക് ഇൻസ്റ്റാഗ്രാമത്തൊന്നും വിളിച്ചാൽ ഞാൻ കോളൊന്നും എനിക്ക് അതിനൊന്നും കൊണ്ടൊന്നും സമയം കിട്ടുന്നില്ല. പിന്നെ എന്നെ ചെയ്യാനാ, അവിടെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായെന്ന്, എങ്ങനെ നമ്പർ കിട്ടുമെന്നൊക്കെ. അത് കഴിഞ്ഞ് അമ്മുവിൻ്റെ ഹെയർ ഓയിലിനകത്ത് മെസ്സേജ് ചെയ്ത് അങ്ങനെ കണ്ട് അമ്മു അപ്പം ദേഷ്യപ്പെടുമോ, ഇനി ഹെയർ ഓയിലിൻ്റെ ബിസിനസ്സിൻ്റെ ഫോൺ നമ്പർ അല്ലേ എന്നൊക്കെ. പക്ഷേ ഇല്ല, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് നമ്പർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എങ്ങനെയോ അവൾ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇടുക്കിക്കാരിയാന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ നമ്മുടെ നാടിനോട് എത്രയാന്ന് പറഞ്ഞാലും നമുക്കൊരു സ്നേഹമല്ലേ. അയ്യോ, അതെന്നോ എന്തൊക്കെ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മുടെ നാടിനോട് നമുക്കില്ല. അപ്പം നമ്മുടെ നാട്ടിലുള്ളവരോടോ അല്ലേ എല്ലാവരോടും ഒരു ഇഷ്ടമല്ലേ. നമ്മൾ ഗൾഫിലൊക്കെ പോകാനുണ്ടല്ലോ, പുറത്തൊക്കെ എവിടെയെങ്കിലും പോകണം, മലയാളികളെ കാണുമ്പോൾ നമുക്കൊരു, എൻ്റെ കാര്യം ഞാൻ പറയാം, ബാക്കിയുള്ളവർക്ക് എങ്ങനെ മലയാളികളെ കാണുമ്പോൾ എന്തോ നമുക്കങ്ങോട്ടൊരു ചങ്കിനകത്തൊരു തുടുതുടുപ്പ് വരും. ബാക്കിയുള്ള മനുഷ്യരൊന്നും നമുക്കറിയത്തില്ല, അതുകൊണ്ട് സംസാരിക്കാൻ പോലും വരത്തില്ല. നമുക്കൊരാശ്വാസം കിട്ടുന്നത് മലയാളികളെ കാണുമ്പോഴല്ലേ എന്ന് പറഞ്ഞ കണക്കുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. ഇടുക്കിക്കാരിയെന്നൊക്കെ പറഞ്ഞ് കൊച്ചു വിളിച്ചപ്പോഴാണ്. അത് കഴിഞ്ഞ് പിന്നെ അവൾ മെസ്സേജ് ഇടാൻ തുടങ്ങി. എല്ലാ ദിവസവും നമുക്ക് മെസ്സേജ് ഇടുകയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം എന്തായാലും ഇത് കറണ്ടില്ല, എനിക്ക് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും തന്നെത്താനെ ഈ സാധനം ഓർഡർ ചെയ്തു. 12,000 രൂപ എങ്ങോട്ട് വിലയാണ് ഈ സാധനത്തിനൊക്കെ. സത്യം പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് അറിയത്ത് പോലും ഇല്ല. എന്നിട്ട് അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കളർ ഇട്ട് തന്നിട്ട് ഏതാ വേണ്ടതെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അത് ഇട്ട് ചെയ്ത് തന്നു. ഇന്ന് ഇപ്പം സർപ്രൈസ് ആയിട്ട് മോനും മോളും കൂടെ എന്നെ പറഞ്ഞത് നമ്മുടെ ഈ റൂമിൽ വന്ന് നമ്മുടെ ഈ ഹാളിൽ വന്ന ഒരു ഫീലിങ്സ് ആട്ടോ. അപ്പം മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ കട്ടപ്പന വീട്ടിലോട്ട് വരുമ്പോൾ സിന്ധുമ്മയുടെ അടുത്ത് വന്നിട്ടാ പോകത്തുള്ളൂ. അത് ഒത്തിരി സന്തോഷം മക്കളെ, നിങ്ങൾ വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, ആഗ്രഹിക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കേൾക്കണം, നമ്മുടെ അവിടെ ഇരിക്കുന്ന കുഞ്ഞു മാതാവിനെയും കുഞ്ഞൊരു ഗണപതിയും തന്നില്ലേ ലക്ഷ്മി. എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൻ്റെ അന്ന് കിട്ടിയ സമ്മാനങ്ങളൊക്കെയാണ് അതൊക്കെ കേട്ടോ. അപ്പം അമ്മ മാതാവിനെയും ഗണപതിനെയും ഒരുമിച്ച് തന്ന ഒരു മോളാണ് ലക്ഷ്മി. അവള് തിരുവനന്തപുരത്താണ്. അവിടെ മക്കളുടെ പേര് ആമിയും ജാനിയും എന്നാണ് കേട്ടോ. അത് ഭയങ്കര സിന്ധുമേ എന്നും പറഞ്ഞുകൊണ്ട് ആ മോള് വിളിക്കാൻ തുടങ്ങി. അവള് ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, തിരുവനന്തപുരം കേട്ടോ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നലെ കോട്ടയത്ത് വരെ വന്നിട്ട് വാഗമണ്ണിന് കൂട്ടുകാരുണ്ടായിരുന്നു, പിള്ളേരൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാരുടെ കൂടെ അവര് വാഗമണ്ണി വരെ വന്നു. വാഗമണ്ണി വരെ വന്നപ്പം പറഞ്ഞെന്നാൽ എനിക്ക് ഉപ്പുകര ആളുണ്ട്, ഞാൻ ഉപ്പുകര തങ്ങിയിട്ട് നാളെ വരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാഗമണ്ണ് വരുന്ന വഴിക്ക് കൊച്ചിന് ഇയർ ബാലൻസ് പോയി, ഭയങ്കര ഛർദി ഇതുമെല്ലാമായി, പിന്നെ തിരിച്ചു പോയി. ഇപ്പം മെസ്സേജ് ഇട്ടേക്കുന്ന കേൾക്കണോ നിങ്ങൾക്ക്? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സിന്ധുവമ്മയ്ക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പകുതി ദൂരെ എത്തി, വയ്യാണ്ടായി തിരിച്ചു വന്നു. ഞാൻ കോട്ടയത്ത് യൂണിവേഴ്സിറ്റിയിൽ വന്ന. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് 2-3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങോട്ട് വാഗമൺ അങ്ങോട്ടൊക്കെ പോകുന്നു പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് വരാമല്ലോ എന്ന് ഓർത്തിട്ട് വാഗമൺ എത്തി. അപ്പോൾ തന്നെ ഇയർ ബാലൻസിന്റെ പ്രശ്നമൊക്കെ വന്നു. ഭയങ്കര ഛർദിലും തലചുറ്റലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ തിരിച്ചു പോകുന്നു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ പകുതി ദൂരം യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു. സിന്ധുവമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഉപ്പുതറ എത്തിയിട്ട് വിളിക്കാലോ അന്നോർത്തിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു. സ്ഥലത്ത് പോകാനുണ്ട്, അപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടെ. അപ്പൊ ഞാൻ വെച്ചാൽ അവിടെ നിന്ന് ഉപ്പുതറ അങ്ങോട്ട് ബസ്സോ വണ്ടിയോ അല്ലെങ്കിൽ കാറോ എന്തെങ്കിലും അവിടെ നിന്ന് വിളിച്ചിട്ട് അങ്ങനെ വരാം എന്ന് വിചാരിച്ചു. വന്നിട്ട് പിന്നെ ഒരു ദിവസം നിന്നിട്ട് വൈകുന്നേരം ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പം നിന്നിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോരാമല്ലോ, പിള്ളേരൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ വാഗമണ്ണിൽ എന്തോ സ്റ്റേ ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഇനി പിറ്റേ ദിവസം വാഗമണ്ണിലോട്ട് വരാമെന്നൊക്കെ ഉള്ളതിലായിരുന്നു. പക്ഷേ തീരെ പറ്റുന്നില്ല. പിന്നെ അവരവിടെ തന്നെ വാഗമണ്ണി നിന്നു, ഞാനിങ്ങ് തിരിച്ച് വീട്ടിൽ പോകുന്നു. എനിക്ക് ഭയങ്കര ഇയർ ബാലൻസിന്റെ പ്രശ്നം. അപ്പൊ തീരെയും പിന്നെ പറ്റാണ്ടായി. ഇനി തിരിച്ച് പോവാറുമായി, ദിവസം ഇല്ലല്ലോ, പോവാറുമായി. പിന്നെ
കണ്ടോ, എനിക്ക് ആദ്യത്തെ വോയിസ് കേട്ടപ്പം വാഗമൺ വരെ വന്നിട്ട് വോയിസ് കാണാൻ പറ്റിയില്ലല്ലോ. നമ്മളെ ഈ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ലക്ഷ്മിയൊക്കെ ഭയങ്കര അത്രയും എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ചെയ്തു തരുന്ന ഒരു ആശ്വാസവാക്ക് പറയുന്ന കുഞ്ഞുങ്ങളൊക്കെ ആട്ടോ. നമ്മളെ ഒരു എന്നാ പറയുന്ന ഒരു അമ്മയുടെ സ്ഥാനം മോൾക്ക് കണ്ടിട്ട് പിടിച്ചു നിർത്തുന്ന ഓരോ സങ്കടങ്ങളിലും വിഷമങ്ങളിലും ഒക്കെ. അപ്പം എനിക്ക് വാഗമൺ വരെ വന്നിട്ട് പോയി എന്ന് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം വന്നു. പക്ഷേ അതിലും വിഷമമായി അടുത്ത വോയിസ് കേട്ടപ്പം. എൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം നിന്നിട്ട് പോകാനായിട്ടായിരുന്നു പ്ലാൻ. അത് കഴിഞ്ഞിട്ട് മെസ്സേജ് കേൾക്കണോ? നിക്കാന്ന് വെച്ചത് കാരണം എന്തായാലും ഇപ്പൊ അന്ന് എനിക്ക് ഇയർ ബാഗ് പ്രശ്നം ഉണ്ടെന്ന് അറിയാം. പക്ഷെ അത് എന്തായാലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ തിരിക്കുമ്പോഴും പിന്നെയും ഒരു ഇതാവുമല്ലോ. പിന്നെ ഒരു ദിവസം അവിടെ നിൽക്കാമല്ലോ, രാത്രി നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മറ്റവർ ഇറങ്ങുന്ന അനുസരിച്ച് ആ ടൈം അനുസരിച്ച് ഇറങ്ങാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ വിചാരിച്ചു. എനിക്കത് കേട്ടപ്പോ ഭയങ്കര സങ്കടവും വിഷമവും എല്ലാം വന്നു. ഒരു ദിവസം നമ്മുടെ കൂടെ നിൽക്കായിരുന്നു, പിന്നെ ഒരു ദിവസം നിൽക്കായിരുന്നു, കപ്പ ബിരിയാണി കഴിക്കായിരുന്നു, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചതാണ്. കണ്ടോ, എനിക്ക് ചില നേരം സങ്കടവും വരും. എന്നാലും ഞാൻ മാതാവിനോട് കുശുമുണ്ടാക്കും. മാതാവ് ഇരിക്കുന്നുണ്ടോ പുറകെ, എന്നെ എത്ര വയ്യാതെ വരുത്തിയ മാതാവേന്നൊക്കെ ചോദിക്കും. എനിക്കിത് കേട്ടപ്പോൾ ഒരു ഭയങ്കര വിഷമമായി പോയി. മറ്റേ മക്കളുടെ കാര്യങ്ങൾ കണ്ടപ്പം സന്തോഷമായി, പക്ഷെ ഇത് കേട്ടപ്പം വിഷമമായി. ഇങ്ങനെ ഓരോ മക്കളുണ്ട് നമ്മളെ ദൈവത്തിൻ്റെ രൂപത്തിൽ. എൻ്റെ കാഴ്ചയിൽ ഇതുങ്ങളെയൊക്കെ ഒരു എന്നാ പറയുന്നത്, ദൈവം നമ്മളെ പല രൂപത്തിൽ നമ്മുടെ അടുത്ത് വരും എന്നാണ് പറയുന്നത് അല്ലേ. ചിലപ്പോൾ യാചകരായിട്ട് വരും, ചിലപ്പോൾ രക്ഷകരായിട്ട് വരും. അപ്പം നമ്മൾ ആട്ടിപ്പായിക്കരുതെന്നാണ് പറയുന്നത്. സത്യം അങ്ങനെയൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? നമ്മുടെ പുരാണങ്ങളിലും ഉണ്ട്, ബൈബിളിലും ഉണ്ട്, ഖുറാനിലും ഉണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഇവരൊക്കെ മാലാഹകളോ ദൈവത്തിന് സമമായിട്ടുള്ളവരോ. കാരണം നമ്മളെ ഒരു ആപത്ത് സമയത്ത് ചേർത്ത് പിടിക്കുന്നവരെ നമ്മൾ എന്നൊക്കെ കാണിച്ചാലും തള്ളിക്കളയരുത്, തള്ളിപ്പറയരുത്. ശരിയല്ലേ? അപ്പോൾ എന്നെ ഇതേപോലെ സ്നേഹിക്കുന്ന ചേർത്ത് പിടിക്കുന്ന പൊന്നുമക്കൾക്കൊക്കെ വേണ്ടി നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം എല്ലാവരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കതല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. നമ്മളുണ്ടല്ലോ എന്നാ പറയുന്നത്, നമ്മളെ ഒരു നിമിഷമെങ്കിലും സന്തോഷിപ്പിച്ചിട്ടുള്ളവരെ നമ്മളെ ഒന്ന് ചേർത്ത് പിടിപ്പിക്കുകയും നമ്മളെ എന്നാ പറയുന്നത് സ്നേഹത്തോടെ ഒന്ന് ഹഗ് ചെയ്യുകയും നമുക്കൊരു സമ്മാനം തരികയും അല്ലെങ്കിൽ നമ്മളെ ആശ്വാസ വാക്കുകൾ പറയുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളെ ഒരു ഹൃദയത്തിലൊരു പുസ്തകം ഉണ്ടല്ലോ ഇല്ലേ, എല്ലാവർക്കും ഉണ്ടല്ലോ. ആ പുസ്തകത്തിൽ അവരുടെയൊക്കെ പേര് വീണ്ടും 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 എഴുതിയിടണം. എന്തിനാണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നമുക്കത് നോക്കി വായിക്കാനായിട്ട്. നമ്മൾ മറന്നുപോയാലും നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മക്കളാണ് ഇവരൊക്കെ. സത്യം എനിക്ക് അത്ഭുതം തോന്നും ചില സമയങ്ങളിൽ. ദൈവമേ, ഞാൻ എങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ വേദനിക്കുമ്പോഴേ എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് ദൈവമേ നീ ഇത്രയും കുഞ്ഞുങ്ങളെ ഇത്രയും ആൾക്കാരെ എനിക്ക് ഒരുക്കി തന്നല്ലോ എന്ന് ഓർക്കുമ്പോഴേ കേട്ടോ. ഇന്ന് എന്നെ വീഡിയോ കോളിൽ വിളിച്ച മക്കളെ, ആ മോൾ എന്നോട് പറയണേ, സിന്ധുവമ്മേ, മോൻ്റെ മുമ്പിൽ ഇരുന്നാ പറയുന്നത്, സിന്ധുവമ്മേ എൻ്റെയും കണ്ണ് നിറഞ്ഞു അവളുടെയും കണ്ണ് നിറഞ്ഞു. എനിക്കറിയത്തില്ല കേട്ടോ സത്യമായിട്ടും. ഞങ്ങൾ രണ്ടും കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അയ്യോ കരയുന്നത് ആ മോൻ കണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു നടക്കണം തോന്നി. സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരായിരുന്നേ. ആ മോളെന്നോട് പറയാം, സിന്ധുമ്മ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും സിന്ധുമ്മ സന്തോഷിച്ചിരിക്കുകയും സിന്ധുമ്മ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം എനിക്കൊരു സൂപ്പർ ലേഡി ആയിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി ഇത് തോന്നുന്നു സിന്ധുമ്മ എന്നൊക്കെ പറഞ്ഞു. അതെൻ്റെ സ്വന്തം നാട്ടുകാരി കൂടെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞാൽ പണ്ട് മനുഷ്യൻ പറയുന്ന പോലെ സങ്കടം അറിഞ്ഞവർക്കേ സന്തോഷത്തിന്റെ വില അറിയത്തുള്ളൂ. സത്യമല്ലേ? സങ്കടമൊക്കെ അനുഭവിച്ചവർക്കേ സന്തോഷത്തിന് എന്നാന്നുള്ളതിന്റെ വില അറിയാൻ പറ്റത്തുള്ളൂ. എന്ന് സന്തോഷമുള്ളവർക്ക് ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതുപോലെ തന്നെ നഷ്ടത്തിന്റെ വില അറിഞ്ഞാലേ ആ നേട്ടത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓരോന്നും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആ വില മനസ്സിലാവുന്നത് അല്ലേ, നേട്ടത്തിൻ്റെ വിലയൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വില അറിഞ്ഞാലേ അധ്വാനത്തിൻ്റെ വില അറിയത്തുള്ളൂ. നമ്മൾ വിശന്ന് കൂത്തി നടക്കുന്നതിൻ്റെ മുമ്പിലോട്ട് എന്നാ പറയുന്നത്, ഒരു 2 ഉണക്കച്ചപ്പാത്തി കൊടുത്താലും അവരിന് അത് വലിയ ഇതാവും. പക്ഷേ വലിയ ഫുഡും കഴിച്ച് നല്ല അടിപൊളിയായിട്ട് 4 നേരത്തിന് 6 നേരവും കഴിച്ചിരിക്കുന്നവരുടെ മുമ്പിലോട്ട് ചിക്കൻ ബിരിയാണി വെച്ച് കൊടുത്താലേ അവർക്ക് അതിന് 100 കൂട്ടം കാര്യങ്ങൾ കാണും. ശരിയല്ലേ? ആ സമയത്ത് വിശപ്പുള്ള ഒരു മനുഷ്യന് ഒരു ബിരിയാണി കൊടുക്കുകയാണെങ്കിലത്തെ സന്തോഷം എന്നായിരിക്കും അല്ലേ?
നിസ്സാരം ഒരു ചോറും ഒരു സമ്മന്തിയും ഒരു കറിയും കൂടെ കൊടുത്താലും അവർക്ക് ചിക്കൻ ബിരിയാണി കഴിക്കുന്നതിലും ഇതായിരിക്കും എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് എനിക്ക് ചില നിമിഷങ്ങളിൽ ഇങ്ങനെയുള്ള പൊന്നു മക്കൾ തരുന്നത്. നമ്മൾ അനുഭവിച്ച വേദന ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല, നിങ്ങൾക്കത് ഉൾക്കൊള്ളണമെന്നില്ല. ഇവരിരുന്ന് എന്നും പറയും ഇവർ വേദന അനുഭവിച്ചു, അവർ ദുരിതം അനുഭവിച്ചു, ദുഃഖം അനുഭവിച്ചു, ആ രീതിയിലൂടെ അനുഭവിച്ചു, ഈ രീതിയിലും ഇവിടെ അനുഭവിച്ചു, ഇതെന്നെ ഇവരെന്നെ ഈ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നമ്മൾ അനുഭവിച്ച വേദന നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ലോകത്ത് ഒരു വ്യക്തിക്കും മനസ്സിലാകത്തില്ല അതിനെക്കുറിച്ച്. ശരിയല്ലേ? എങ്കിലും മനസ്സിനൊരിതിന് വേണ്ടിയിട്ട് പറയും. നമ്മൾ പറയുന്നത് ചിലർ കേൾക്കും, ചിലരത് വേറെയുള്ള രീതിയിലെടുക്കും, ചിലർ നല്ല രീതിയിലെടുക്കും. പക്ഷേ എത്രയാണെന്ന് പറഞ്ഞാലും കഷ്ടതയും ദുരിതവും അറിഞ്ഞവർക്കേ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ, സത്യം. പിന്നെ വേറെ ഇന്നാണ് ഒത്തിരി സന്തോഷങ്ങളും കാര്യങ്ങളും ഉള്ള ദിവസമാണ്. അമ്മ മാതാവിനെയും കിട്ടി, നല്ല പൊന്നുമക്കളുടെ കോളുകളും വിളിയും മെസ്സേജും ഒക്കെ കണ്ടപ്പോൾ സന്തോഷമായിട്ടിരിക്കണം. എങ്കിലും 1-2 വാർത്ത കണ്ടപ്പോൾ പറയാതിരിക്കാൻ മേല. ഷാർജയിൽ ഒരു മോളെ അതുലേ കാണിച്ചേക്കുന്നുണ്ടോ, അവനാ കസാരയൊക്കെ എടുത്ത് അടിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഭീകരത കാണാൻ പറ്റിയില്ല. കാരണം എന്നാണെന്നറിയോ, ആ ഒരു ലെവലിലൂടെയൊക്കെ കടന്നു പോയത് ഏകദേശം ഞാൻ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാഴ്ചകൾ. പക്ഷേ ഇന്നത്തെ ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രാവശ്യം എന്നെ അടിക്കത്തുള്ളൂ. സത്യം ഞാൻ പറയാം. നമ്മളെ അനുഭവം നമ്മളെ എന്നാ പറയുന്നത്, നമ്മുടെ ഒരു ഇത് തന്നെയാണ് നമ്മളാക്കി മാറ്റുന്നത്. ഈ കൊച്ചു പിള്ളേരെ ഇത്രയും, പിന്നെ ഒരു പരിധി വരെ സ്ത്രീധനം എന്ന് പറയുന്ന സംഭവമേ കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക്. സ്ത്രീധനം കൊടുക്കുമ്പോഴാണല്ലോ ഇത് പോരാ, തികഞ്ഞില്ല. അതും 2 ലക്ഷം രൂപയുടെ അടുത്ത് ശമ്പളമുള്ള ഒരുത്തൻ്റെ കളി ഉണ്ടായിരുന്നോ, കിളിയാട്ടം. എന്നിട്ട് അവൻ പറഞ്ഞ് കുഞ്ഞ് നല്ലൊരു കുഞ്ഞ്. ഇവന്മാർക്കൊക്കെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈഗോയാൻ തോന്നുന്നു. മറ്റേ ആ വേറൊരു മോളെയും ഒരു കൊച്ചിനെ കൂടെ വന്നല്ലോ, അപ്പനും കൂടെ വേണ്ട അതിനെ കെട്ടിയെന്ന് പറഞ്ഞേ ആ പിശാച അവനെയൊക്കെ ഒന്ന് നോക്കി. അവരുടെ മുഖം ക്രൂര മുഖമല്ലേ. ആ പെൺകുഞ്ഞുങ്ങളെ നോക്കി എത്ര ഐശ്വര്യം വന്നുകൊണ്ടോ ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണാനായിട്ട്. അപ്പോൾ ഇവന്മാർക്ക് ഈ ഈഗോയും കൂടെ അങ്ങാണ്ടൊക്കെയാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ ആലോചിക്കും ഓരോ വീട്ടിലും ആ അച്ഛനും അമ്മയും എന്തുമാത്രം സ്ട്രഗിൾ ചെയ്ത ഓരോ മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. എന്നിട്ട് ഒരു ജോലി മേടിച്ച് ഇത്ര തുകയും കൊടുത്ത് ഓരോരുത്തന്മാരുടെ കെട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവനന്മാരുടെ വീട്ടിൽ കൊണ്ടിട്ട് അവന്മാർ പീഡിപ്പിക്കുന്നതും ദ്രോഹിക്കുന്നതും കാണുമ്പോൾ അല്ലേ, ഞാൻ പറയുന്നത് പോട്ടെ, നമ്മൾ ആരെയും ദ്രോഹിക്കാതെ നല്ല അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കുകയല്ലേ ചെയ്യേണ്ടത്. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ നാട്ടിൽ ദുബായിലും ഓരോ സ്ഥലങ്ങളിലെ ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷാ നടപടി ഉണ്ടെങ്കിൽ ഒറ്റ ഒരാളെ ഒരു ശിക്ഷാ നടപടി ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ നാട് നശിച്ചു പോകത്തില്ല. അയ്യോ, എന്നതാ കാണിക്കുന്നത്. ഏതായാലും എനിക്ക് ഒരു സന്തോഷം തോന്നി, അവൻ്റെ ജോലിയെല്ലാം കളഞ്ഞെന്ന് പറഞ്ഞപ്പം. അവനെ ഇനി ജയിലിലോട്ട് കൂടെ ഇടണം. ജയിലിൽ ഇട്ടാൽ പോരാ, ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാതിരിയുള്ള പീഡകൾ ഇവന്മാർക്കിട്ട് കൂട്ടിക്കണം. അതാ ചെയ്യേണ്ടത്. അതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ശരിക്കും കിളിക്കുഞ്ഞു പോലെ ഇരിക്കുന്ന 2 പെൺപിള്ളേരും അല്ലേ. എൻ്റെ ദൈവമേ, നമ്മൾ അമ്മമാരും അപ്പന്മാരും ഒക്കെ വഴക്ക് പറയും, ദേഷ്യം വരുമ്പം പറയും, അല്ലെ കിട്ടിയവന്മാർ വഴക്ക് പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ദുഷ്ടത്തരങ്ങളും ദ്രോഹങ്ങളും കാണുമ്പം ഞാൻ എൻ്റെ പഴയ ഒരു കാലത്തിലേക്ക് പോകും. അപ്പോൾ എൻ്റെ മൈൻഡെല്ലാം ഭയങ്കര ഇതാവും, എനിക്ക് ഉറങ്ങാൻ പറ്റണ്ടാവും. ഇന്നലെ തൊഴിലുറപ്പിന് പോയിട്ട് ആ വാർത്ത അവിടെ ഇരുന്ന് ഈ ഫോണിനകത്ത് വെച്ച് എല്ലാവരെയും കാണിച്ച് ഞാനും കണ്ട് എനിക്ക് പിന്നെ രാത്രി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കമില്ല. അതിൻ്റെ ദേഹത്തൊക്കെ കണ്ടോ പാടുകൾ, എൻ്റെ പൊന്നി. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ദേഹം നമ്മൾ പെട്ടെന്ന് ഓർക്കും. അങ്ങനെയൊക്കെ ഉള്ള ഇതൊന്ന് കാണാനും കേൾക്കാനും ഇടവരുത്താതിരിക്കട്ടെ ദൈവം. നമ്മുടെ നാട്ടിലും ഇതായി ഈ ശിക്ഷാ നടപടികൾ കൂട്ടട്ടെ അല്ലേ. ഇങ്ങനെ പിടിച്ചകത്തിട്ടിട്ട് ഇറക്കി വിടുന്നു, അവന്മാർ വീണ്ടും അതിനെ ആവർത്തിക്കുന്നു. എന്നാ ചെയ്യാനാ. അയ്യോ, ആ അമ്മമാർക്കും ഒക്കെ സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ എൻ്റെ ദൈവമേ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയും എല്ലാവരെയും ഒരേപോലെ ചേർത്ത് പിടിക്കുകയും ചെയ്തതാണ് നമ്മുടെ VS ഇന്ന് ഈ ഭൂമിയിലില്ല. എന്നാ പറയല, പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ. ഒരു ഇഷ്ടമുള്ള എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എനിക്ക് നയനാർ, VS, ഉമ്മൻചാണ്ടി സാറ് അങ്ങനെയൊക്കെ മനസ്സിൽ പിടിച്ച കുറച്ച് പേരുണ്ട് കേട്ടോ. എനിക്ക് പാർട്ടിപരമായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെയൊക്കെ ഓരോ സംസാര രീതികളും അവരുടെ എന്നാ പറയുന്ന ഓരോ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ തമ്പുരുക്കുട്ടിയോട് അച്ചുമാമാനെ കാണിക്കാൻ പറഞ്ഞാൽ ഉടനെ കാണിക്കും, ഇങ്ങനെയൊക്കെ കൈ വെച്ച് പാവം. അപ്പം ആളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. കുറേ മനസ്സ് സന്തോഷിച്ചു, കുറേ അധികം സന്തോഷിച്ചു കേട്ടോ. ഇന്ന് ആ കുഞ്ഞുങ്ങളെ വീഡിയോ കോളിൽ കാണുകയോ ഒക്കെ ചെയ്തപ്പോഴത്തേനും ഒത്തിരി സന്തോഷിച്ചു. പിന്നെ എൻ്റെ ലക്ഷ്മി മോൾക്ക് വരാൻ പറ്റാത്തതിലൊരു ചെറിയ സങ്കടമുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം ഇച്ചിരി ഏറെ ദിവസം കൂടുതൽ വന്ന് നിൽക്കുമ്പോഴും വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് 2-3 ദിവസം കഴിയുമ്പോൾ അവൾക്ക് തിരിച്ചും പോകണം.
അപ്പോഴത്തേനും പിന്നെ ടയർഡായി പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഹോസ്പിറ്റലിലെങ്ങാനും പോകേണ്ടി വന്നെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് പുള്ളിക്കാരൻ തിരിച്ചു പോയത്. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് ദൈവം കാണാനൊരു ചാൻസ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിങ്ങനെ ഒത്തിരി ആഗ്രഹിക്കാറുണ്ടോ ചില കുഞ്ഞുങ്ങളെ കാണണം എന്ന്. അങ്ങനെ ഉള്ള ഒരാളെ ഉടനെ ചിലപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ ദൈവം എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. പതിയെ ആണെങ്കിലും ഇന്ന് തരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദൈവം തരത്തില്ല, പക്ഷെ 2 ദിവസത്തിനകം തരും, അല്ലെ ഒരാഴ്ചക്കകം തരും. അങ്ങനെ ദൈവം എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലക്ഷ്മീനെയും കാണിച്ചല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മീനെ മാത്രം കാണാനായിട്ടായിരിക്കും, ആമിക്കുട്ടീനെയും ജാനിക്കുട്ടീനെയും ഒക്കെ കൂടെ കാണാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലേ. എന്തായാലും ഇന്നത്തെ ഒരു സന്തോഷ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടുതൽ ലെവലിലോട്ട് ഇടിച്ചു പിടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും